ഓം ഗജസ്യ മേഘദന്തം ച ത്രിനേത്രം നാഗഭൂഷണം കനകാഭാം കരാം സക്തഃ പാശാങ്കുശവരം തഥാ ഭക്ഷ്യം ച ബിഭ്രതം ദേവം ഹ്രസ്വപാദകരദ്വയം ശുണ്ഡാഗ്രന്യസ്തശകം മഹാകായം വിചിന്തയേത്. ഹരേ ശരണമയ്യപ്പ. എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നൂറായിരം സുപ്രഭാത വന്ദനം. സന്തോഷത്തിലും ആനന്ദത്തിലും സൗഭാഗ്യത്തിലും ജീവിതം ഈഫ് ഇൻ എനി കോസ്റ്റ് നമുക്ക് കൊണ്ട് നടന്നേ മതിയാകൂ. ഏത് പ്രതികൂലതയും ഏത് പ്രതിബന്ധങ്ങളും തരണം ചെയ്തുകൊണ്ട് നമുക്ക് ശരണമയ്യപ്പ നമ്മുടെ നിത്യജീവിതം ആനന്ദകരമായി ഇപ്പോൾ ഇവിടെ ഈ നിമിഷം കൊണ്ട് നടത്തുക എന്നുള്ളതാണ് ഭാരതീയ പൈതൃകം. അതാണ് നമ്മുടെ പാരമ്പര്യം. എന്താണ് പാരമ്പര്യം? ഏവം പരമ്പരാപ്രാപ്തം. പരമ്പരയായി നമുക്ക് ലഭിക്കുന്ന സിദ്ധി. ആ സിദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രതികൂലതയെയും അനുകൂലമാക്കി ജീവിതം പ്രഹസന്നിവ ഭാരത, ചിരിച്ചുകൊണ്ട് എല്ലാത്തിനെയും അഭിമുഖീകരിക്കുക. അതാണ് ഭുവനമോഹന മന്ദഹാസം. എല്ലാ ദേവീദേവ വിഗ്രഹങ്ങളും ചിത്രങ്ങളും പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ BCയും ADയുമാണ്. ഇപ്പോൾ മൊബൈലിന് മുന്നിലുള്ള കാലഘട്ടവും മൊബൈലിന് ശേഷമുള്ള കാലഘട്ടവുമായിട്ടാണ് ആധുനിക കാലഘട്ടത്തെ തരംതിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിച്ചുകൊണ്ട് നിർണായകമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം ഡിസ്റ്റർബ്ഡ് മൈൻഡാണ്, ഇറിറ്റേറ്റഡ് മൈൻഡാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഇറിറ്റേറ്റഡ് മൈൻഡാണ്. അതിന് ഭഗവത്ഗീതയിൽ ഭഗവാൻ വർഷങ്ങൾക്ക് മുന്നേ പറയും, വിഗതജ്വര പൊട്ടി ഒഴുകുന്ന വ്രണം പോലെയാണ് നമ്മുടെയൊക്കെ മനസ്സ്. അപ്പോൾ ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും എന്താണ് ഇത്രയധികം പ്രതികൂലത? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന പഴയകാല ജോയിൻറ്റ് ഫാമിലി അത് ന്യൂക്ലിയർ ഫാമിലിയായി ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ പിള്ളറും ആയി ചുരുങ്ങി. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ വികസിക്കാൻ തുടങ്ങി. ഇതല്ലേ സത്യം? ആ കുടുംബ പ്രശ്നം, സാമൂഹിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ലൈംഗിക പ്രശ്നം, ആരോഗ്യ പ്രശ്നം, അങ്ങനെ 100,000 പ്രശ്നങ്ങളിലൂടെ ഉള്ള ജീവിതത്തിൽ പ്രഹസന്നിവ ഭാരത
പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരി പാലാഴിയിലേക്ക് നമ്മുടെ ജീവിതം കുട്ടികളെപ്പോലെ നമുക്ക് ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് സനാതനമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ ഊടും പാവുമായ ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും വേദങ്ങളും ഉപനിഷത്തുക്കളും ശ്രീമദ് ഭാഗവതവും. നമുക്കറിയാം പഞ്ചമ വേദമായ മഹാഭാരതം, വ്യാസോച്ഛിഷ്ടം, ജഗത്സർവം. അപ്പോൾ നമുക്ക് അതിൽ വളരെ രസാവഹമായ ഒരു രംഗമുണ്ട്. കുരുക്ഷേത്ര യുദ്ധ മധ്യത്തിങ്കലാണ് നമ്മുടെ പൂർണ്ണജ്ഞാനാവതാരമായ കൃഷ്ണൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഗാന്ധാരി വന്നു. മക്കളുടെയൊക്കെ എല്ലാവരുടെയും ശവശരീരങ്ങൾ കാണാനായിക്കൊണ്ട് കണ്ണിന് കെട്ടിയ തുണിയൊക്കെ അഴിച്ച് എല്ലാം കണ്ടിട്ട് പറഞ്ഞു, കൃഷ്ണനോടൊക്കെ പറഞ്ഞു, കൃഷ്ണ നിൻ്റെ ഒരു വ്യക്തിയുടെ അശ്രദ്ധ മൂലമാണ് എൻ്റെ ഇത്രയും മക്കൾ മരിച്ചു കിടക്കുന്നത്. അപ്പോൾ അവിടെ താൻ കണ്ണുകെട്ടി തൻ്റെ മക്കളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട ഗാന്ധാരി ഇവിടെ കൃഷ്ണനെ പഴിചാരുകയാണ്. അധർമ്മികൾക്ക് ജന്മം നൽകിയ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാതെ കൃഷ്ണനെ പഴിചാരിയിട്ട് പറയുന്നതാണ്, കൃഷ്ണ ഇന്നേക്ക് 36ാമത്തെ വർഷം നീയും നിന്റെ കുടുംബവും നിന്റെ മക്കളും എല്ലാവരും ഇതുപോലെ തകർന്ന് തരിപ്പണമായി പുത്രദുഃഖം നീയും അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്ന ഒരു നാടകീയ മുഹൂർത്തമുണ്ട് മഹാഭാരതത്തിൽ. അപ്പോൾ കൃഷ്ണൻ ഇവിടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഗാന്ധാരി മാതാവിൻ്റെ അനുഗ്രഹം അതുപോലെ സംഭവിക്കട്ടെ. കാലോസ്മി ലോകക്ഷേഗത് പ്രവൃത്തോ ലോകാൻ സമാഹർത്തോ മിഹ പ്രവൃത്ത മയ്യൈവൈദേ നിഹിതാപൂർവമേതത് നിമിത്തമാത്ര ഭവസവ്. ഇതൊരു നിമിത്തമായി കരുതിയാൽ മതി അമ്മേ. എല്ലാം ഈ പ്രപഞ്ചത്തിൽ ഒരു സഹായമായി, ഒരു സപ്പോർട്ടായി, ഒരു നിമിത്തമായി കരുതിയാൽ മതി. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ കാലസ്വരൂപമായ ഞാൻ തന്നെയാണ് ഇതെല്ലാത്തിനും സാക്ഷി. അതുകൊണ്ട് ഭഗവാൻ അവിടെ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഗാന്ധാരി മാതാവിനോട് പറയുന്നു, മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം. എന്ത്? എല്ലാത്തിൻ്റെയും ഉദ്ഭവവും പ്രളയവും സ്ഥിതിയും ഒക്കെ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇതിനെല്ലാത്തിനും സാക്ഷീഭൂതനായി ഞാൻ നിലനിന്നുകൊള്ളാമെന്ന് ചിരിച്ചുകൊണ്ട്. അപ്പോൾ ഈ ശാപവചനങ്ങൾ പോലും ആധുനിക ജീവിതത്തിൽ നാം കേൾക്കുന്ന നെഗറ്റീവ് തോട്ടുകളെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കാം എന്നുള്ളത് മാത്രമാണ് ഇവിടെ കൃഷ്ണൻ്റെ വിഷനും മിഷനും നമ്മളോട്. അപ്പോൾ ഒരു വ്യക്തിയുടെ രാമൻ്റെ ആചാരങ്ങളും കൃഷ്ണൻ്റെ വിചാരങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാകണം. അപ്പോൾ കൃഷ്ണൻ എന്ന വ്യക്തിയുടെ ചിന്തകളാണ് കൃഷ്ണൻ്റെ വ്യക്തിത്വം. APJ അബ്ദുൽ കലാം എന്ന വ്യക്തിയുടെ ചിന്തകളാണ് അയാളുടെ വ്യക്തിത്വം. നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. അപ്പോൾ ഈ വ്യക്തിത്വം ചിന്തകളിൽ അധിഷ്ഠിതമാകുമ്പോൾ ആ മനഃശക്തി ഇവിടെ കൃഷ്ണൻ്റെ മനഃശക്തിയാണ് ഗാന്ധാരി മാതാവിൻ്റെ ഈ ശാപം പോലും ചിരിച്ചുകൊണ്ട് അതിനെ നേരിടാൻ. ഈ മനഃശക്തി വർദ്ധിക്കാൻ
ആധുനിക മനുഷ്യന് ഋഷീശ്വരന്മാർ നൽകിയ അത്യമൂല്യമായ സംഭാവനകളാണ്. ഈ ഡിപ്രഷൻ എന്ന മഹാരോഗത്തിലെയും എല്ലാ രോഗത്തിനെയും നമുക്ക് സിമ്പിളായി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് നാമജപ ഔഷധം. ആദി വ്യാധി, ആദി മനസ്സിനെ ബാധിക്കും, വ്യാധി ശരീരത്തിനെ ബാധിക്കും. അപ്പോൾ മനസ്സിനെ ബാധിക്കുന്ന ആദി മാറ്റിയെടുക്കേണ്ട ഔഷധമാണ് നാമജപം. ഈ നാമജപത്തിലൂടെ നാം സംഭരിക്കുന്ന ശക്തി, അതാണ് നമ്മുടെ ജീവിതം. അതാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതം ദുഃഖ ദുരിതങ്ങളില്ലാതെ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കാത്തവരാരും തന്നെ ഉണ്ടായില്ല. ഇതിന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന ഒരു നല്ല ഉദാഹരണമുണ്ട്. ഇപ്പോൾ ചക്കയുടെ കാലാണല്ലോ. ചക്ക വെട്ടി പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ വെട്ടരിവാളിന് ഇച്ചിരി നന്നായിട്ട് എണ്ണ പുരട്ടുക, എന്നിട്ട് വെട്ടി പൊളിച്ചെടുക്കുക. അതിനകത്ത് നിന്ന് ആ ചക്കക്കുരും ചക്കച്ചോളയും ഒക്കെ എടുക്കുന്ന സമയത്ത് കയ്യിൽ നിറയെ എണ്ണയും പുരട്ടണം. പൊറോട്ട ലോകത്തിലെ നമ്പർ 1 വിഷം. കുട്ടികൾക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ മന്ദബുദ്ധികളായി പോകും. അങ്ങനെയുള്ള പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അവിടെ മുഴുവൻ ക്രൂഡ് ഓയിലോ പാം ഓയിലോ എന്തോ ലിക്വിഡ് ഒഴിച്ച് കയ്യിലൊക്കെ ആക്കും. അത് മാവ് കൈക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതുപോലെ ചക്കയുടെ ആ ഗമ്മ് വെട്ടരിവാളിനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എണ്ണ തേക്കും. ഇതുപോലെ നമ്മുടെ ജീവിത ദുഃഖങ്ങൾ നമുക്ക് ബാധിക്കാതിരിക്കാൻ ഈ വെട്ടരിവാളിനെ എണ്ണ തേക്കുന്നത് പോലെ നാമജപ ഔഷധം നമുക്ക് അപ്ലൈഡ് ചെയ്യണം. അപ്പോൾ ഈ നാമജപം, എന്തെങ്കിലും ഒരു നാമം, അത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരു നാമം, അത് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഗായത്രി മന്ത്രം. ഒരു മന്ത്രം, ആ മന്ത്ര ഉപാസനയിലൂടെ അത് തന്നെ നിരന്തരം റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ബ്രെയിൻ എക്സർസൈസായി ഉപയോഗിക്കാം. അപ്പോൾ ബ്രെയിൻ എക്സർസൈസ് ചെയ്തു കഴിഞ്ഞാൽ ഈ നാമം നിരന്തരം, ഒരു ഉദാഹരണം, നാരായണ 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 നാരായണ, അതിങ്ങനെ റൊട്ടീനായി റിപ്പീറ്റ് ചെയ്ത് ട്രമൻഡസ് ആയി കൊണ്ട് നടക്കണം. നമശിവായ നമശിവായ നമശിവായ. അപ്പോൾ അവൻ്റെ മനസ്സിനകത്ത് വേറൊരു ചിന്തയും കടന്നു വരില്ല. നമശിവായ നമശിവായ നമശിവായ, ശരണമയ്യപ്പോ 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 ശരണമയ്യപ്പ. ഇതിങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് ഒരു ബ്രെയിനിന് നല്ല എക്സർസൈസായി. ആ എക്സർസൈസിലൂടെ പിന്നെ അവൻ എവിടെ പോകുമ്പോഴും എന്തിനു ചെയ്യുമ്പോഴും ഇതിങ്ങനെ ഉപബോധ മനസ്സിൽ ഈ നാമജപം ഇങ്ങനെ കൊണ്ടു നടക്കും. അപ്പോൾ ആ ബ്രെയിനിന് നല്ല ഒരു സോഫ്റ്റ്വെയർ കിട്ടി. ആ സോഫ്റ്റ്വെയർ നല്ല ഒരു മെമ്മറി പവർ വർദ്ധിക്കും, കോൺസെൻട്രേഷൻ വർദ്ധിക്കും. മെമ്മറി പവറും കോൺസെൻട്രേഷനും നമ്മുടെ മക്കൾക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന കാര്യത്തിനകത്തൊക്കെ എപ്പോൾ A+ കിട്ടി ചോദിച്ചാൽ മതി, എപ്പോൾ നല്ല കുട്ടികളായി ചോദിച്ചാൽ മതി. എല്ലാത്തിലും A+ കിട്ടിയാൽ നമുക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലൊക്കെ പടക്ക വെച്ച് തകർത്തൂടെ. അതിന് ഏറ്റവും നല്ല ഔഷധമാണ് നാമജപം. അപ്പോൾ ഈ നാമജപ ലയ ലഹരിയിലൂടെ നാം നേടുന്ന ഒരു മാനസിക അവസ്ഥയുണ്ട്, ഇന്ദ്രിയാതീതമായ സംതൃപ്തി. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ, സദ്യ കഴിച്ചവരെ സംതൃപ്തി കിട്ടും, ഐസ്ക്രീം കഴിച്ചവർ സംതൃപ്തി കിട്ടും, AC-ക്കകത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു സംതൃപ്തി കിട്ടും, ഓരോ സ്ഥലങ്ങളിൽ പോയി ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സംതൃപ്തി കിട്ടും, ഒരു ലൈംഗിക ബന്ധത്തിലായിട്ടാൽ ലൈംഗിക സംതൃപ്തി കിട്ടും. ഇതുപോലെ ഇന്ദ്രിയാതീതമായ ഒരു സംതൃപ്തി മനസ്സിനുണ്ടാകും. ആ മനസ്സിനെ ശ്രദ്ധിക്കണം, ആ മനസ്സിൻ്റെ സ്വഭാവമാണ്, മൈൻഡിൻ്റെ നാച്ചറാണ് തിങ്ക് ചെയ്യുക, ചിന്തിക്കുക, ഇങ്ങനെ ആലോചിക്കുക. ഉദാഹരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മകന് വിവാഹം ആലോചന തുടങ്ങിയോ, അപ്പോൾ തന്നെ അവിടെ ഒരു ആലോചനയാണ്, എല്ലാം ഒരു ആലോചനയാണ്. അപ്പോൾ ഈ ആലോചന, ഈ തിങ്കിങ് ആണ് ഇന്നലെ വരെയുള്ള നമ്മുടെ ജീവിതം. ഇന്ന് നമ്മുടെ ജീവിതം മറ്റുള്ളവരോട് കമ്പയർ ചെയ്യും, നാളത്തെക്കുറിച്ചുള്ള ടെൻഷൻ. ഈ ചിന്തകളാണ് വിഷാദരോഗം. ഈ വിഷാദരോഗത്തെ പോലും യുജ്യതേ ഇതി യോഗ, ഭഗവാനുമായി യോജിപ്പിക്കുകയാണ്. എന്ത്?
അർജുന വിഷാദയോഗം ഏവം മുക്താർജുന സംഖ്യോ രഥോപിഷ്ഠ ഉപവിശത് വിസൃജ്യ സചരം ചാപം ശോക സംവിഘ്നമാനസ. മരിച്ച വീട്ടിൽ ശവത്തിന്റെ മുന്നിൽ ഇരിക്കുന്നത് നടക്കാനാണ്. ഏവം മുക്താർജുന സംഖ്യോ രഥോപിഷ്ഠ ഉപവിശത്. ഒരു കാല് നിലത്ത് വെച്ച് ഒരു കാല് രഥത്തിൽ വെച്ച് അമ്പും വില്ലും താഴെ പോയി തലക്ക് കയ്യും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അർജുനനെ, വിഷാദരോഗിയായ ഒരു അർജുനനെ ആർജവമുള്ളവനാക്കി വളർത്തിയെടുക്കുകയാണ്. അർജുനൻ എന്ന വാക്കിൻ്റെ അർത്ഥം നേരെ ചൊവ്വെ മനക്കരുത്തുള്ളവൻ എന്നുള്ളതാണ്. അപ്പോൾ അർജുനനെ മനക്കരുത്തുള്ളവനാക്കി ഭഗവാൻ എടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നാം. ഭഗവാന്റെ ശിഷ്യനായി സറണ്ടർ ചെയ്ത് ഭഗവാൻ പറഞ്ഞ ഭഗവത്ഗീത പഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ അർജുനൻ, നാമൊക്കെ അർജുനനാണ്. നമുക്ക് ഓരോ മനുഷ്യനും ഓരോ നിമിഷവും വിഷാദ രോഗത്തിലൂടെ ആത്മഹത്യയുടെ മുന്നിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും മനക്കരുത്തുള്ള അതിശക്തമായ വ്യക്തിത്വമായി വളരണം. നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ മക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും ശക്തരിൽ അതിശക്തമായ മനഃശക്തിയോടുകൂടി വളർത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ മക്കളെ നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് വിട്ടോ, MBBSന് വിട്ടോ, എൻട്രൻസിന് വിട്ടോ, അഗ്രികൾച്ചറിന് വിട്ടോ, BComന് വിട്ടോ, MComന് വിട്ടോ, സുവോളജിയോ ബോട്ടണിയോ എന്ത് വേണമെങ്കിൽ പഠിപ്പിച്ചോ. ഒപ്പം ശക്തിയിൽ അതിശക്തനായ മനസ്സിനുടമയായ അതിശക്തമായ വ്യക്തിത്വമായി വളർത്തിയെടുക്കാൻ പൂർണ്ണാവതാരമെടുത്ത് കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ച ഭഗവത്ഗീത പഠിപ്പിക്കണം. അതിനാദ്യം നാം ആചാര്യനെ യദ്യത് ആചരതി ശ്രേഷ്ഠ തത്ര ദേയോസ്തോജയ സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനു വർത്തതേ. കൃഷ്ണൻ തൻ്റെ 124 വർഷം നമ്മെ കാണിച്ചു തന്ന ആചാരമാണിത്. ഏവം ആ പരമ്പരാപ്രോക്തം ഈ ഗീത എന്ന ധർമ്മശാസ്ത്രത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭാരതീയ ദർശനങ്ങളിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നതെന്ന് ആ ഗീത എന്ന പേരിൻ്റെ കൂടെ തന്നെ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് ഈ ഉപനിഷത്തുക്കളെയും വേദങ്ങളെയും ബ്രഹ്മസൂത്രത്തെയും ഭഗവത്ഗീതയെയും ലോകത്തിൻ്റെ മുന്നിൽ ഒരു പുതിയ ഭാവത്തിൽ, ഒരു പുതിയ രൂപത്തിൽ, ഒരു പുതിയ മധുരമായ ബേക്കറിയായി, ഒരു സ്വീറ്റ്സായി ചിരിച്ചുകൊണ്ട്, ചിരിപ്പിച്ചുകൊണ്ട്, ചിന്തിപ്പിച്ചുകൊണ്ട് മാനവരാശിയെ ഉദ്ധരേതാത്മനാത്മാനം സ്വയം ഉയരാനും വളരാനും പ്രേരകശക്തിയായ ഒരു സബ്സ്റ്റേഷനെ പോലെ പ്രേരകശക്തിയായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ്, എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. ആ ഏവം പരമ്പരാപ്രാപ്തം, ആ പരമ്പരയിലൂടെ നാം അറിഞ്ഞ അനുഭവിച്ച സത്യസാക്ഷാത്കാരമാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ധർമ്മശാസ്ത്രത്തിൽ. നമുക്ക് 2ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 30ാമതൊരു നല്ല ശ്ലോകമുണ്ട്. ഇത്രയേ ഉള്ളൂ: അവനവൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുക. ഈ മഹാഭാരതം എഴുതിയത് വ്യാസഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത, അതിൽ അന്തർലീനമായ ഭഗവത്ഗീത ശാന്തിപർവ്വത്തിലാണ്. അത് വ്യാസഭഗവാനാണ് എഴുതിയത്, മറ്റൊന്നുമല്ല. വ്യാസഭഗവാൻ വ്യാസായ വിഷ്ണുരൂപായ വ്യാസോച്ഛിഷ്ടം ജഗത്സർവം. ഈ വ്യാസൻ എന്ന് വച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് എൻ്റെ 40 വർഷത്തെ വേദാധ്യയനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കറിയാൻ സാധിച്ചത്, അവനവൻ്റെ വ്യക്തിത്വം വികസിപ്പിച്ച് നാരോ പാത്തിൽ നിന്നും ബ്രോഡ്വേയിലോട്ടും ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലോട്ടും ആകാശത്തോളം മനസ്സിനെ വികസിപ്പിക്കുന്ന തത്വസംഹിതയുടെ പേരാണ് വ്യാസൻ. അദ്ദേഹം പറയുന്നു, ദേഹി നിത്യമവധ്യോയ, ദേഹി നിത്യമവധ്യോയ, ദേഹേ സർവസ്യ ഭാരത, തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. രസമാണ്. ഏത് കുട്ടിക്കാണിത് മനസ്സിലാക്കുക?
സോറി, മനസ്സിലാകാതിരിക്കുക. ഏത് മന്ദബുദ്ധിക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്കും. മന്ദബുദ്ധി എന്ന് വേദങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുന്നതാണെങ്കിൽ ഗൃഹസ്ഥാശ്രമി എന്നുള്ളതാണ്, നോർമൽ കണ്ടീഷൻ എന്നുള്ളതാണ്. ഏതായാലും ഭഗവാൻ മാനവരാശിയോട് എന്നേ പറയുള്ളൂ, നത്വം ശോചിതും അർഹസി. നിങ്ങൾക്ക് വേണമെങ്കിൽ 145 കോടി ജനതയ്ക്ക് ആർക്ക് വേണമെങ്കിൽ മുമൂറു അവിടുന്ന് രാഷ്ട്രപതിയുടെ സ്ഥാനം ഉപേക്ഷിക്കുമ്പോൾ അവിടെ കയറി ഇരിക്കാനുള്ള അർഹതയുണ്ട് ഓരോ പൗരനും. പക്ഷേ ഭഗവത്ഗീതയിൽ വ്യാസഭഗവാൻ റിട്ടണായി എഴുതി വെക്കുന്നു, നത്വം ശോചിതും അർഹസി. കൃഷ്ണൻ പൂർണ്ണാവതാരം എടുത്തിട്ടും ആരും ദുഃഖിക്കരുത് എന്ന് മുഖത്തു നോക്കി പറയുകയും ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിൽ 30-ാമത്തെ ശ്ലോകത്തിൽ നത്വം ശോചിതും അർഹസി, ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഗുരുവായൂരപ്പ ഭക്തന്മാരാണ്, ഞാൻ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നു, അമ്പലങ്ങളിൽ പോകുന്നു, ഇത്രയും ചെയ്തിട്ടും നമ്മൾ ദുഃഖിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുഃഖിയുണ്ടോ? അതുകൊണ്ട് വളരെ സ്നേഹമസൃണിതമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളോട് കെഞ്ചുന്നു, നിങ്ങളോട് അപേക്ഷിക്കുന്നു. മുൻ ശബരിമല മേശാന്തിയും ശംഭുവാധ്യാരുടെ മകനുമായ കൃഷ്ണ യജുർവേദ പണ്ഡിതനായ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ആ ധർമ്മശാസ്ത്രം ഞാൻ നെഞ്ചോട് തൊട്ട് ഞാൻ പറയുന്നു നിങ്ങളോട്. 4 പതിറ്റാണ്ട് കാലഘട്ടത്തിലെ വേദോപാസനയുടെ പശ്ചാത്തലത്തിൽ പറയുന്നു, നത്വം ശോചിതും അർഹസി. 4 വാഴ്വുള്ള ഹൃദയം തൊട്ട് നിങ്ങളോട് പറയുന്നു, നത്വം ശോചിതും അർഹസി. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങളാരും തളരരുത്, നിങ്ങളാരും തകരരുത്. നമ്മളെ മക്കളെ തളരാതെ കാത്തു സൂക്ഷിക്കണം നാം. നമ്മുടെ ഭർത്താവിനെ തളരാതെ തകരാതെ അവരെ കൈപിടിച്ചുയർത്തണം. നമ്മളെയൊക്കെ കാത്തിരിക്കുന്നുണ്ട് വാർദ്ധക്യം. അപ്പോൾ വാർദ്ധക്യത്തിൽ ഏത് ICU യൂണിറ്റിലും എവിടെയും നമുക്കൊരു വാക്കിംഗ് സ്റ്റിക്കായി കൊണ്ടു നടക്കാം. ഈ ധർമ്മശാസ്ത്രം അതുകൊണ്ട് ഇത് പഠിക്കണം. വളരെ രസമായിട്ടാണ് ദേഹി നിത്യം അവധ്യോയം, ദേഹി നിത്യം അവധ്യോയം. ഒരിക്കലും എന്ത് മലയാളത്തിലാണ് കൃഷ്ണൻ പറയുന്നത്? അവധ്യോയം, വധിക്കാൻ സാധിക്കില്ല. ഇത് ദേഹം, ഇതിനകത്തുള്ളത് എന്താണോ അതാണ് ദേഹി. ചോദിക്കട്ടെ, താങ്കളുടെ അച്ഛനുണ്ടോ വീട്ടിൽ? ഇല്ല തിരുമേനി, പണ്ടേ മരിച്ചു. അച്ഛനില്ലേ? ഇല്ല. അപ്പം മരിച്ചത് ഏതാണ്? അച്ഛൻ്റെ ശരീരമാണ്. അപ്പം അച്ഛനില്ലേ? ഉണ്ട്. അച്ഛൻ്റെ കാര്യം തുറന്ന് പറയാൻ തുടങ്ങി അങ്ങ് പല ടാപ്പ് റെക്കോർഡ് ഓണാക്കുന്ന പോലെ പറയും. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കുക, ദേഹി നിത്യം അവധ്യോയം, ഒരിക്കലും വധിക്കാൻ, അതായത് നശിപ്പിക്കാൻ സാധിക്കില്ല. എന്തിനെ? ദേഹിയെ. ഇലക്ട്രിസിറ്റിയെ ഒരിക്കലും എനർജിയെ നശിപ്പിക്കാൻ സാധിക്കില്ല. പിന്നെ കേടുവരുന്നതിനാണ്? ബൾബ് ഫ്യൂസായി, വൈദ്യുതിക്കല്ല, ബൾബിനാണ്. ഫ്രിഡ്ജ് കേടുവന്നുപോയി, അതിനകത്തെ വൈദ്യുതിക്കല്ല. ഇതിനിടെ ഞങ്ങളുടെ ട്രാൻസ്ഫോമർ കത്തിപ്പോയി. അപ്പോൾ ട്രാൻസ്ഫോമർ കത്തിപ്പോയപ്പോൾ വൈഫിൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, എടി ബിന്ദു, എന്താ അറിഞ്ഞില്ലേ? എന്താ? ട്രാൻസ്ഫോമർ കത്തിപ്പോയി. അയ്യോ, ദേ ജംഗ്ഷനിലെ. അതെ. എവിടെ കത്താതിരിക്കുക, അതിൻ്റെ മുന്നിൽ മുഴുവൻ ചുള്ളിക്കമ്പും ഇലയും ഉണ്ട്. കരിയിലയല്ലേ? കള്ളൂടിയന്മാർ സിഗരറ്റ് വലിച്ച് അവിടെ ഇട്ട് കാണും, അതാ കത്തിപ്പോയത്. മനസ്സിലായില്ലേ? ഇതാണ് ആധുനിക മനുഷ്യൻ. അപ്പോൾ അവിടെ ട്രാൻസ്ഫോമർ അല്ല കത്തുന്നത്, അതിനകത്തുള്ള കോയിലുകളാണ്. ഇവിടെ മനസ്സിലാക്കണം, ദേഹി നിത്യം അവധ്യോയം, ഒരിക്കലും വധിക്കാൻ സാധിക്കില്ല. കാരണം ഓരോ ദേഹം എന്ന് പറഞ്ഞാൽ ശരീരം, ഓരോ ദേഹത്തിലുമുള്ള ദേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരാത്മാവ്, ജീവാത്മാവ്. ശ്രദ്ധിക്കണം, അന്തരാത്മാവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനന്തമായ ബോധ ഊർജമാണ് ഓരോ ജീവികളും എന്ന് തിരിച്ചറിയണം ഈ നിമിഷത്തിൽ. ഇത്രയേ ഉള്ളൂ ഭഗവത്ഗീതയിൽ ഭഗവാൻ നമ്മളോട് പറയാനുള്ളത്. ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളിലും എല്ലാ ജീവികളിലും ബോധ ഊർജമാണ്. ജനിച്ച കുട്ടി ബോധം വന്നു, അപ്പോൾ തന്നെ കരയാൻ തുടങ്ങി. അമ്മിഞ്ഞ പാല് കിട്ടി അത് വലിച്ചു കുടിക്കാൻ തുടങ്ങി, ബോധ ഊർജം. ഇനി അച്ഛൻ്റെ ശരീരത്തിലുള്ള സെമൻ
ബോധത്തോടു കൂടിയാണ് അമ്മയുടെ ശരീരത്തിൽ യോനി വഴി നീന്തി തുടിക്കുന്നത്, സ്വബോധത്തിൽ തന്നെയാണ്. അവിടെ ചെന്ന് ആ യൂട്രസിനകത്ത് വികസിച്ച് നഖമുള്ള സ്ഥലത്ത് നഖം, മൂക്കുള്ള സ്ഥലത്ത് മൂക്ക്, ചെവിയുള്ള സ്ഥലത്ത് ചെവി, കണ്ണുള്ള സ്ഥലത്ത് കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, ചൊക്കെ എല്ലാ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസുകളും, ഹാർട്ടിൻ്റെ സ്ഥാനത്ത് ഹാർട്ടും ഒക്കെ ശ്രദ്ധിക്കണം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമായ സെമൻ ഏറ്റവും വലിയ കോശമായ അണ്ഡവുമായി സംയോജിച്ച് ബോധത്തിൽ, ഇതാണ് ഋഗ്വേദം. അയമാത്മാ ബ്രഹ്മം, എന്നിലെ ഈ അനന്തബോധ ഊർജം അത് വികസിച്ചാണ് 3.5 കിലോ ഉള്ള ഞാനായി ജനിച്ചത്. അവിടെ നിന്നാണ് ഇപ്പോൾ 58 കിലോ ഉള്ള ഞാനായി വികസിച്ചത്. അപ്പം അനന്തമായ ബോധ ഊർജമാണ്, കോസ്മിക് എനർജിയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, കുട്ടികളോടൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. എനർജി ഒരിക്കലും സൃഷ്ടിക്കാനും പറ്റില്ല, നശിപ്പിക്കാനും സാധിക്കില്ല. ഇനി ഇത് കണ്ടുപിടിച്ച ഐൻസ്റ്റീൻ തിരിച്ചു പോയിട്ട് ഒരു മതം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് കോസ്മിക് റിലീജിയൻ. ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗമാണ്. കൂടുതൽ അറിയാൻ യൂട്യൂബ് ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവച നിത്യ സർവഗതസ്ഥാണോ അചലോയം സനാതന. അചലോയം സനാതന, സദാ നൂതനമാണ്, ഒരിക്കലും ചലിക്കാത്തതാണ് ഞാൻ. എൻ്റെ ശരീരം ചലിക്കും, എനിക്ക് അചലോയം, ഇതാണ് ഞാൻ. അപ്പൊ എൻ്റെ വ്യക്തിത്വമാണ് ഇവിടെ വികസിപ്പിക്കുന്നത്. അച്ഛദ്യോയം, ആർക്കും മുറിച്ച് രണ്ടാക്കാൻ പറ്റില്ല, രണ്ടാകുകയില്ല. അദാഹ്യം, ഒരു അഗ്നിക്കോ ആർക്കോ കത്തിക്കാനോ നശിപ്പിക്കാനോ ദഹിപ്പിക്കാൻ. അക്ലൈദ്യോയം, ആ ഒരു വെള്ളത്തിനും പ്ലാസ്റ്റിക്കിനെ പോലെ എന്നെ നനയ്ക്കാൻ സാധിക്കില്ല. അശോഷ്യതി, ഒരിക്കലും ശോഷിക്കില്ല. ശരീരത്തിനോ അസ്ഥി വർദ്ധതേ ജായതേ വിപരീതമതേ അപശ്യ നശ്യതേ, ശോഷിച്ചു നശിക്കും. അതാണ് ദേഹം. അതാണ് ദേഹം. അപ്പോൾ ദേഹി നിത്യം അവധ്യോയം, അശോഷ്യതി, ശോഷിക്കില്ല. അപ്പോൾ നിത്യം, എന്താണ് നിത്യം? ഇന്നലെ, ഇന്ന്, നാളെ, ഇവിടെയൊക്കെ നിലനിൽക്കുന്നതാണ് ശാശ്വതമായ, അതാണ് നിത്യ. അപ്പൊ സർവഗത, എല്ലാ സ്ഥലത്തും ആഗതമായി നിറഞ്ഞു തുളുമ്പി അവയ്ക്കുള്ളിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഞാൻ. നിത്യ എങ്ങു നിറഞ്ഞ സ്ഥാണു, സ്ഥിരമായ, ഇന്നലെയും ഇന്നും നാളെയും നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആത്മമഹിമയാണ്. ഭഗവത്ഗീത സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മമഹിമയാണ്. കുട്ടികളോട് പറയണം, കുട്ടികളെ പഠിപ്പിക്കണം. കാരണം ഇതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സാണ്. 18 അധ്യായങ്ങളിലൂടെ അവനവൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുകയാണ്. അവനവൻ്റെ വ്യക്തിത്വത്തെ വികസിച്ചു കഴിഞ്ഞാൽ അവൻ കർമ്മ നിപുണനായി മാറുകയാണ്. അപ്പോൾ മുഹ്യതി തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിത്വം അർഹസി. ഇവിടെ മുഹ്യതി, എന്താണ് മുഹ്യതി? മറ്റൊന്നുമല്ല, ദുഃഖിക്കരുത്, ആരും പരിഭ്രമിക്കരുത്. ജീവിതം എല്ലാവരും പരിഭ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരിഭ്രമം നമുക്ക് ആവശ്യമില്ല. മുഹ്യതി നത്വം ശോചിത്വം അർഹസി, ആരും ദുഃഖിക്കരുത്. ഇവിടെ ഒന്നും നശിക്കുന്നില്ല. ഡോണ്ട് വറി, ബി ഹാപ്പി. ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഏത് നഷ്ടതയിലും, ഏത് കഷ്ടതയിലും, ഏത് പ്രതികൂലതയിലും ഭഗവാൻ പറഞ്ഞത് ഓർക്കണം. നത്വം ശോചിതും മർഹസി, ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഏത് പ്രതിസന്ധിയും ഏത് പ്രതികൂലതയും അതിജീവിച്ചുകൊണ്ട്, അതിവർത്തിച്ചുകൊണ്ട് നമ്മളൊക്കെ എംപററായി വളരണം, എംപററായി ഉയരണം. ആര്? ഭാരത എന്ന് പറയുന്നൊരു വാക്കുണ്ട് ഇവിടെ. എന്താണ്? ദേഹീ നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത.
ഭാരത വംശത്തിൽ ജനിച്ചവൻ. ഭാരതീയര് ഭാരത വംശത്തിൽ ജനിച്ചവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കാഗോ പ്രസംഗത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ മദർ ഓഫ് ഓൾ റിലീജിയൻ, എല്ലാ മതങ്ങളുടെയും മതമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി ഉൾക്കൊള്ളുന്ന ഏതു വ്യക്തിയും ഭാതി ജ്ഞാനികൾ, അറിവുള്ളവർ, ജ്ഞാനത്തിൽ അറിവുള്ള രമിക്കുന്നവരാണ് ഭാരതീയരുത്. അപ്പം ഭഗവത്ഗീതയുടെ ഗ്യാരണ്ടിയാണിത്, കൃഷ്ണൻ്റെ ഗ്യാരണ്ടിയാണിത്. എന്ത്? നത്വം ശോചിതുമർഹസി, ആരും ദുഃഖിക്കരുത്. ഇവിടെ ഇരുട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശമാണ്. ദുഃഖിക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സന്തോഷത്തിൽ ജീവിക്കണം. നമ്മുടെ ഭാര്യയോട് സന്തോഷത്തിലുള്ള ഒരു അപ്രോച്ചായിരിക്കണം, ഭർത്താവിനോട് സന്തോഷത്തിലുള്ളൊരു പെരുമാറ്റമായിരിക്കണം, നമ്മുടെ മക്കളോട് സന്തോഷത്തിലൂടെ സ്നേഹത്തിലൂടെയുള്ളൊരു ഒരു അപ്രോച്ചായിരിക്കണം, നമ്മുടെ സുഹൃത്തുക്കളോട് സ്നേഹത്തിലൂടെ സന്തോഷത്തിലൂടെയുള്ള ഒരു പെരുമാറ്റമായിരിക്കണം. അങ്ങനെ സ്നേഹം സ്വീകരിച്ചുകൊണ്ടും സ്നേഹം നൽകിക്കൊണ്ടും ഒരു നല്ല സ്നേഹനിധിയായി ജിഹ്വാമേ മധുമത്ത, വായിലെ നാക്കിൽ തേനൂറുന്ന ജീവിതം കൊണ്ടു നടക്കാൻ, സന്തോഷമായി ജീവിക്കാനാണ് കൃഷ്ണൻ്റെ വിഷനും മിഷനും. ഇതാണ് ഭഗവത്ഗീതയ്ക്ക് മാനവരാശിയോട് പറയാനുള്ളത്. എല്ലാവർക്കും സന്തോഷപ്രദമായ ആനന്ദപ്രദമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമീ ശരണമയ്യപ്പ.